ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കാറ്റത്തെ കിളിക്കൂടിൽ ഇപ്പോൾ സുധീഷിന് 8ന്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാജീവും അരുണും ഒക്കെ കിട്ടുന്ന ഓരോ അവസരം നന്നായി മുതലാക്കുന്നുണ്ട്. നിധിയെ ഓർത്ത് സുധീഷ് തിരിച്ചൊന്നും അങ്ങോട്ട് പ്രതികരിക്കുന്നില്ല കേട്ടോ. കാരണം അവനറിയാം അവളെയും അവനെയും പിരിക്കാനായിട്ടാണ് ഇവർ ഓരോ തന്ത്രങ്ങളും മെനയുന്നത്. അതിലിടയ്ക്ക് ഇവൻ അഥവാ അവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ അത് പിടിച്ച് കയറിയിട്ട് നിധിയെ അവനുമായിട്ട് വെറുപ്പിക്കാമല്ലോ. അതാണ് അവരുടെ പ്ലാന്. പക്ഷെ അതവൻ മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെയാണ് കേട്ടോ അവരോട് പെരുമാറുന്നത്. ഉള്ളിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അവർ പറയുന്ന ഓരോ കാര്യം അവൻ അനുസരിക്കുന്നുണ്ട്. ഒടുവിൽ പഴയ പോലെ അവിടുത്തെ ഡ്രൈവർ തന്നെ ആക്കി കളയാണ് കേട്ടോ സുധീഷിനെ അവർ. കാരണം നിഹാര, അതായത് അരുണിൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ വിടാൻ അവനാണ് പോകുന്നത്. ഡ്രൈവർക്ക് എന്തോ ഇഷ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ സുധീഷിനോട് വണ്ടി എടുക്കാൻ പറയുകയാണ്. എന്നിട്ട് പുച്ഛിക്കുന്നുണ്ട്, നീ എന്നും ഇവിടുത്തെ ഡ്രൈവർ തന്നെയാടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഡ്രൈവറിന് അഭിസംബോധന വരെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അവനെ അവർ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവനെ അറിയാം. അതുകൊണ്ട് അവൻ ഉള്ളിലെ ദേഷ്യം കടിച്ചമർത്തിയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാണ്. എന്നിട്ട് രാജീവ് അവനെ വീണ്ടും വെല്ലുവിളിക്കുന്നുണ്ട്, നീ എന്നും ഇവിടുത്തെ ഡ്രൈവറാടാ, നീ ഞങ്ങളെ മകളെ കല്യാണം കഴിച്ചെന്ന് വെച്ച് ആ സ്ഥാനം മാറുമെന്ന് നീ വിചാരിച്ചോ? ഒരിക്കലുമില്ല. നീ കണ്ടോ, നീ എനിക്ക് ഒരാഴ്ച സമയം തന്നു, അതിനുള്ളിൽ അവൾ നിന്നെ വെറുക്കും, നീ ഇവിടുന്ന് ഒറ്റയ്ക്ക് പോകും, നോക്കിക്കോ എന്നൊക്കെ വീണ്ടും രാജീവ് പറയണം. അപ്പം അരുണും പറയുന്നുണ്ട്, അച്ഛാ ഇവനൊക്കെ എന്തിനാ വെറുതെ ഒരാഴ്ച സമയം കൊടുത്തേ, വെറും 2 ദിവസം, അതിനുള്ളിൽ നമ്മുടെ പ്ലാൻ എല്ലാം സക്സസ് ആവും. ഇതൊക്കെ കേട്ടിട്ട് സുധീഷിന് ദേഷ്യം, സങ്കടം, ഒരു തരം പേടിയൊക്കെ വരുന്നുണ്ട്. ഇവരുടെ പ്ലാൻ എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നിധിയായിട്ട് പ്രണയമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവന് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. അന്ന് രാജീവിനെ വെല്ലുവിളിക്കാൻ തുനിഞ്ഞ ആ ഒരു നിമിഷത്തെ അവൻ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ കേടായിരുന്നു തനിക്ക്, മര്യാദയ്ക്ക് ജീവിച്ചു പോവായിരുന്നു. അതിനിടയിൽ രാജീവിനെ കണ്ടു വെറുതെ താൻ തന്നെയല്ലേ ഇളക്കി വിട്ടത്. അതുകൊണ്ടാണല്ലോ രാജീവിന് ഇത്ര ഉശിരായത്. അതിപ്പോൾ തനിക്ക് എന്നെ പ്രശ്നമായിട്ട് തീർന്നു എന്നൊക്കെ അവനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും നിധിനെ നഷ്ടപ്പെടുത്താൻ അവന് താല്പര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനെല്ലാം സഹിച്ചു ക്ഷമിച്ച് നിൽക്കുകയാണ് അവിടെ. പിന്നീട് കാണിക്കുന്നത് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പാണ് കേട്ടോ. ഏകദേശം പണിയൊക്കെ തീർന്നവർ പോകാനായിട്ടുണ്ട്. അപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, വേഗം പണിയൊക്കെ ഒതുക്കി വെച്ചിട്ട് നമുക്ക് വേഗം പോകാൻ ചന്തു എന്നൊക്കെ. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എങ്ങോട്ട് പോവാ, എല്ലാം ഒതുക്കി അടുക്കി പെറുക്കി വെച്ചിട്ട് ഇവിടുന്ന് 2 പോയാൽ മതി. അപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, എന്താ ഹരീഷ് ഏട്ടാ, എന്താണിത്, ഞങ്ങൾ പോവട്ടെ പ്ലീസ്, ഇനിയിപ്പോൾ എന്താ പണിയൊക്കെ ഉണ്ട്. ഇന്ന് സർവീസ് ചെയ്ത വണ്ടികളുടെ കണക്കും കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് പോയാൽ മതി. അപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടുന്ന് പോവണ്ടല്ലോ, രാവിലെ എണീറ്റ് അമ്പലക്കുളത്ത് നിന്ന് കുളിച്ച് വീണ്ടും വർക്കിന് കയറാം എന്നവൻ ഇങ്ങനെ തമാശയ്ക്ക് ഒരു പുച്ഛ രൂപത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അതാണെങ്കിൽ ബെസ്റ്റ്. അപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, എന്താ ഹരീഷ് അണ്ണ അങ്ങനെയൊന്നും പറയല്ലേ, ഞങ്ങൾ പൊക്കോട്ടെ ഹരീഷ് അണ്ണ എന്നൊക്കെ പറയാൻ കേട്ടോ. ആ കറക്റ്റ് സമയത്ത് തന്നെ നീതു വരുന്നുണ്ട്. അപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, നമ്മൾ ആളെത്തിയല്ലോ. അപ്പോൾ പെട്ടെന്ന് ഹരീഷ് ഷോക്കായിട്ട് അവളെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ത് ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇത്, വണ്ടീൻ്റെ പെട്രോൾ തീർന്നോ, വണ്ടി തള്ളിക്കൊണ്ട് വരുന്നേ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, വണ്ടി കേടായി, സ്റ്റാർട്ടാവുന്നില്ല, ഞാനിവിടുന്ന് നന്നാക്കി പോയതല്ലേ, പക്ഷേ ഇപ്പോൾ സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ അവർ പറയുന്നുണ്ട്, സ്റ്റാർട്ടായതാണല്ലോ, പ്രശ്നമല്ല, പരിഹരിച്ചല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ തള്ളിക്കൊണ്ട് വരില്ലല്ലോ, എന്തായാലും വണ്ടി നന്നാക്കി ആളെന്നെ പറയട്ടെ. ഡിറ്റോയ്ക്ക് ആണെങ്കിൽ ടെൻഷൻ ആവാൻ കേട്ടോ. കാരണം പെട്ടെന്ന് വീട്ടിൽ പോകാൻ ഓർത്ത് നിൽക്കുമ്പോൾ വീണ്ടും ഇവളിങ്ങനെ ഒരു വർക്കം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇനിയും ഡിലേ ആവില്ലേ പോകാൻ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അയ്യോ ഈ രാത്രിയിൽ ഇത് റെഡിയാക്കണോ, നാളെ റെഡിയാക്കിയാൽ പോരെ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, വേണ്ട എനിക്കിപ്പോൾ തന്നെ റെഡിയാക്കണം. ഇപ്പോൾ റെഡിയാക്കിയാൽ എങ്ങനെയാണ് പിന്നെ വീട്ടിലേക്ക് പോകാൻ, നേരം കുറേ ആവില്ലേ, കട അടയ്ക്കാറായല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, കടയൊന്നും അടയ്ക്കാറായിട്ടില്ല, ഇനിയും ഉണ്ട് സമയം. അത് കേട്ടപ്പോൾ ഡിറ്റോ ആകെ ഡെസ്പാവാണ്. കാരണം അവന് പെട്ടെന്ന് വീട്ടിൽ പോകണമെന്നാണ്. ഇതെല്ലാം കേട്ട് നിന്നിട്ട് ഹരീഷ് പറയുന്നുണ്ട്, അല്ല അങ്ങനെയാണെങ്കിൽ ഡിറ്റോയും ചന്തുവും പോയിക്കോ, ഇവിടെ ഇപ്പോൾ ഞാനുണ്ടല്ലോ, ഞാൻ തീർത്ത് കൊടുത്തോളാം. അപ്പോൾ അവർക്ക് ചിരി വരാനുണ്ട്. അപ്പോൾ ചന്തു പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഹരീഷ് അണ്ണൻ എങ്ങനെ ഒറ്റയ്ക്ക്, ഞങ്ങളും കൂടെ നിൽക്കാം, എന്നിട്ട് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് പോവാം. അപ്പോൾ അവൻ പറയുന്നുണ്ട്, വേണ്ടടാ നിങ്ങൾ പോയിക്കോ, രാവിലെ മുതൽ നിൽക്കുകയല്ലേ, ഇനിയിപ്പോൾ റെസ്റ്റ് ഇല്ലാതെ വീണ്ടും വർക്ക് ചെയ്യേണ്ട, നിങ്ങൾ പോയിക്കോ. അപ്പം ഡിറ്റോ കളിയാക്കി ഇങ്ങോട്ട് പറയുന്നുണ്ട്, അല്ല ഹരീഷണ്ണല്ലേ പറഞ്ഞേ വണ്ടിയുടെ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ നോട്ട്സ് എഴുതിയിട്ട് പോയാൽ മതിയെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എന്ത് ഈ 4 വണ്ടീൻ്റെ കാര്യമോ, അതൊക്കെ ഇപ്പം ഇത്ര വലിയ പണിയുണ്ടോ, അതൊന്നും വേണ്ടടാ നിങ്ങൾ പോയിക്കോ. അപ്പോൾ അത് കേട്ടപ്പോൾ അവർ, എന്നാൽ പിന്നെ ഞങ്ങൾ പോയേക്കാം. എന്നിട്ട് ചന്തു ഹരീഷിനെ ഉപദേശിക്കുന്ന രീതിക്ക് പറയുന്നുണ്ട്, ഹരീഷാണ് അവളെ വേഗം വിട്ടേക്കിട്ടോ, ഇവിടുന്ന് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കേണ്ട, അവളുടെ അച്ഛൻ ഓട്ടോ ചന്ദ്രൻ ഇപ്പം അങ്ങോട്ട് വരും, പിന്നെ ആകെ പ്രശ്നമാവും കേട്ടല്ലോ. അപ്പം അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, പോടെ ഇറക്കാമെന്നൊക്കെ. അങ്ങനെ പിന്നെ അവർ പോകാൻ നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഡിറ്റോ വണ്ടി സ്റ്റാർട്ടാക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട്. അപ്പം നീതു ആകെ ചമ്മ അവസ്ഥയായി, അവൾ കള്ളം പറഞ്ഞു വന്നതാണല്ലോ. ഡിറ്റോ എന്നിട്ട് പറയുന്നുണ്ട്, വണ്ടി സ്റ്റാർട്ടായി, എന്നാ ഇനി നമുക്ക് പോയാലോ. പിന്നെയാണ് ഡിറ്റോന് കാര്യം മനസ്സിലായത് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്,
ഇതപ്പം ഐഡിയ വെച്ച് വന്നതാണല്ലേ, ഐഡിയ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ബൈ പറഞ്ഞിട്ട് അവർ പോവാണ് കേട്ടോ. അങ്ങനെ പിന്നെ അരീഷും നീതു മാത്രം ബാക്കിയാവാണ്. രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖമൊക്കെ നോക്കുന്നുണ്ട്, നാണൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതാണല്ലോ റൊമാൻസ്. അങ്ങനെ അവൾ പറയുന്നുണ്ട്, അരീഷ നീ എന്നോട് പെട്ടെന്ന് ഇങ്ങനെയാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ അവൻ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെ തോന്നി എന്നോട് ഇങ്ങനെ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്തോ എനിക്കങ്ങ് തോന്നി എന്നൊക്കെ അവനും പറയാൻ കേട്ടോ, നാളത്തോടു കൂടി പറയുന്നത്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, മെസ്സേജ് അയച്ചാൽ നീ റിപ്ലൈ ഒന്നും തരില്ലല്ലോ, പിന്നെ വിളിക്കാനും പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കൊന്നും പഴക്കമില്ലല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇനി അതൊക്കെ ശീലമായിക്കോളും. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു സുഭാഷേട്ടൻ്റെ കാര്യം നീ എന്ന് പറഞ്ഞോട് കൂടി നമ്മുടെ ബന്ധമെല്ലാം അവസാനിച്ചെന്ന്, ഇനിയിപ്പോൾ നിന്നെ നോക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അത് നമ്മുടെ പ്രണയത്തിന് തുടക്കമാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അത് കേട്ടപ്പോൾ അവൻ ചിരിക്കുകയാണ് കേട്ടോ. അവനും സന്തോഷമായിട്ടുണ്ട്, കാരണം ആ ഒരു പ്രശ്നം കൊണ്ടാണല്ലോ അവളോടുള്ള സ്നേഹം അവനും തിരിച്ചറിയാൻ പറ്റിയത്. എന്നിട്ട് അവളെ വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല നിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതെന്താ അങ്ങനെ ചോദിച്ചാൽ? അല്ല ലാസ്റ്റ് നമ്മൾ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ട് നീ മാറ്റി പറയോ? ഇല്ലല്ലോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് പോകാനും പറ്റില്ലേ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, പോയിക്കോ, ഞാനും കൂടെ വരാം. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അല്ല ഇന്നലെ നിൻ്റെ പിറകെ കയറിയെന്ന് വെച്ചിട്ട് ഇന്നും ഞാൻ വരുന്നതാണോ? മോനെ ഐഡിയ മനസ്സിലിരിക്കട്ടെ. അപ്പോൾ അവൻ പറയാണ്, അല്ല അങ്ങനെയില്ല, ഞാൻ എൻ്റെ ബൈക്കിൽ നിൻ്റെ പുറകെ വരാം. അത് കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഓക്കെ. അങ്ങനെ അവൻ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ കട അടച്ചിട്ട് വരാം. അവൻ കട അടയ്ക്കാൻ പോയ സമയത്ത് അവൾ ഇതൊക്കെ ആസ്വദിക്കുകയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് മുഖത്ത് ചിരി വരുന്നുണ്ട്. അത് അവളുടെ മനസ്സിൻ്റെ ഹാപ്പിനെസ്സാണ്. ഇത്രയും കാലം കാത്തിരുന്ന ഒരു സ്വപ്നം യാഥാർത്ഥ്യമായല്ലോ. അങ്ങനെ അവൻ്റെ ഓരോ ചലനങ്ങളും സന്തോഷത്തോടു കൂടി വീക്ഷിക്കുകയാണ്. അങ്ങനെ കട അടച്ചിട്ട് അവളുടെ പിറകെ അവൻ പോവാണ് കേട്ടോ. അവൾ സ്കൂട്ടിയിൽ ഫ്രണ്ടിലുണ്ട്, ബൈക്കിൽ അവൻ ബാക്കിലുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവൾ പിന്നീടാണ് അവൾ ചിന്തിക്കുന്നത്, അല്ല അവൻ എന്നോട് തിരിച്ച് ലവ് പറഞ്ഞില്ലല്ലോ, അതെന്തായിരിക്കും? അത് പറയുമ്പോൾ അവനൊന്നും മിണ്ടാതെ ഒഴിഞ്ഞു മാറാണല്ലോ എന്നവൾ നെഗറ്റീവോട് കൂടെ ചിന്തിക്കുന്ന സമയത്ത് അവൻ ഫ്രണ്ടിലേക്ക് വണ്ടി എടുത്ത് പോയി. അപ്പോൾ അവൾ കൂടുതൽ ആലോചിക്കാൻ കേട്ടോ, അല്ല അതെന്താ അവൻ എൻ്റെ മുന്നിൽ കൂടെ വണ്ടി എടുത്ത് പോയി, ഇനി പറയാതെ പോയോ? പക്ഷെ അവൻ അവളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വണ്ടി സൈഡാക്കിയതാണ് കേട്ടോ. അങ്ങനെ അവൾ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഇവിടെ നിർത്തി? അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇത് നിൻ്റെ നാടല്ലേ നീതു, ഇനി ആരെങ്കിലും കണ്ട വലിയ പ്രശ്നം ആവണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തിയത്. അത് കേട്ടപ്പോൾ അവൾക്ക് വീണ്ടും സന്തോഷമാവുന്നുണ്ട്, അവൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ അവൾ ഒരു കണ്ണുകൊണ്ട് സൈറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനും ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് പോവാണ്. അവൻ പിന്നെ തിരിച്ച് വണ്ടി എടുക്കുന്ന സമയത്ത് അതെനിക്കിഷ്ടമായി എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നിധിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ. സുധീഷ് ഇരിക്കുന്നുണ്ട്, അവനും കഴിക്കുന്നുണ്ട്. പക്ഷെ അവന് കഴിക്കാനൊന്നും പറ്റുന്നില്ല. രാജീവ് അത് ശ്രദ്ധിച്ചിട്ട് പറയുന്നുണ്ട്, കഴിക്ക് സുധീഷ്, എന്താ നീ ഇങ്ങനെ? അങ്ങനെ കറി എടുത്ത് കൊടുക്കാൻ നിൽക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, വേണ്ട സുധീഷിന് വേണ്ടത് അവനെടുത്ത് കഴിച്ചോളൂ എന്ന് അവൾ പറയാണ് കേട്ടോ. പിന്നെ അവനൊന്ന് കഴിക്കുന്ന കാണാഞ്ഞപ്പോൾ അവൾ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, വേണ്ട നിധി, ഞാൻ എടുത്തോളാം. അങ്ങനെ അവൾ അവനിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കഴിക്കുന്നിടയിൽ രാജീവ് ചോദിക്കുന്നുണ്ട്, അല്ല നീ എത്ര വർഷമായി ഈ ഡ്രൈവിങ്ങിൽ തുടരുന്നു? അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു സമയത്ത് രാജീവ് ചോദിച്ചപ്പോൾ എന്തോ ഒരു കൊനിഷ്ടൊപ്പിക്കാനാണെന്ന് അവന് മനസ്സിലായി. നിധിക്കും എന്തോ അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ രാജീവിൻ്റെ ചോദ്യം. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഞാനൊരു 6 വർഷമായി കാണും. അപ്പോൾ കോളേജ് കഴിഞ്ഞപ്പോൾ തന്നെ വളയം പിടിക്കാൻ പോയല്ലേ? അപ്പോൾ അവൻ തലയാട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, അല്ല വേറെ എന്തെങ്കിലുമൊക്കെ നോക്കണ്ടേ, എന്നും ഇപ്പം അങ്ങനെ നിന്നാൽ മതിയോ? അങ്ങനെ തന്നെ നാണം കെടുത്താനുള്ളൊരു ശ്രമമാണെന്ന് മനസ്സിലായപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, എനിക്കെന്തായാലും ഇതൊക്കെ തന്നെ മതി, ഞാൻ വേറൊന്നിലേക്ക് ഇപ്പോൾ തിരിയുന്നില്ല. അപ്പം രാജീവ് പറയുന്നുണ്ട്, അല്ല വല്ല ബിസിനസ്സൊക്കെ തുടങ്ങണ്ടേ? എന്തായാലും ഒരു കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ, ഓൾറെഡി ഒരു നല്ല സൗകര്യത്തിൽ ജീവിച്ചൊരു കുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പം അതേപോലെ അല്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും ഒരു സൗകര്യത്തിൽ നോക്കണ്ടേ? അപ്പോൾ നിധീൻ്റെ ഫേസ് മാറുന്നുണ്ട് കേട്ടോ. കാരണം അച്ഛൻ എങ്ങോട്ടാണ് ഈ പോകുന്നത്, കാരണം തന്നെ കുറ്റപ്പെടുത്താണ്, അതിലേക്കുള്ള പോക്കാണെന്ന് അവൾക്ക് മനസ്സിലായി. ബിസിനസ് എന്ന് പറഞ്ഞപ്പോൾ അരുണ് പുച്ഛിക്കുന്നുണ്ട്, അതിന് വല്ല ഐഡിയ വേണ്ടേ, ഒന്നും അറിയില്ലല്ലോ എന്നുള്ള രീതിക്ക്. അപ്പോൾ സുധീഷ് വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. അവൻ പറയുന്നുണ്ട്, ഐഡിയ ഒക്കെ ഉണ്ട്, പക്ഷെ ഞാനിപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. എന്തായാലും എനിക്കിതുകൊണ്ട് തന്നെ നല്ല സമാധാനപരമായിട്ടുള്ള ജീവിതം കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ അവനും തട്ടിവിടുന്നുണ്ട്. ആ സമയത്ത് തന്നെ രാജീവ് പറയുന്നുണ്ട്, നമുക്കൊരുപാട് ബിസിനസ് ഉണ്ടല്ലോ, അപ്പം ഞാനും അരുണും മാത്രമല്ലേ നോക്കി നടത്താനുള്ളൂ, ഞങ്ങളെക്കൊണ്ട് എല്ലായിടത്തും എത്താൻ പറ്റുന്നില്ല, അതിനൊന്ന് സുധീഷിന് കൊടുത്താലോ? അത് കേട്ടപ്പോൾ അരുണ് ഷോക്കാവുന്നുണ്ട്, അച്ഛനത് എന്ത് ഭാവിച്ചാന്നുള്ള രീതിക്ക്. സുധീഷും പെട്ടെന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ. കാരണം രാജീവ് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് അവൻ ഉറപ്പാണ്. ഇനി ചെയ്യുകയാണെങ്കിൽ തന്നെ അതൊന്നുകിൽ തനിക്കുള്ള കുരുക്ക്, അല്ലെങ്കിൽ നിധീനെ സോപ്പിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവനാകെ ഷോക്കാവണം. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല എന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷെ രാജീവ് വിടാതെ പിടിക്കാണ് കേട്ടോ. നിധി ഷോക്കായി നിൽക്കുക, അച്ഛൻ എന്തായി പറയുന്നത്? പിന്നെ അവൾക്കൊരു സന്തോഷമൊക്കെ വരുന്നുണ്ട്, അങ്ങനെയെങ്കിലും അവരുടെ കുടുംബം രക്ഷപ്പെടുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് അവൾ ചിന്തിക്കുകയാണ് കേട്ടോ. കാരണം അവൾ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഫാമിലി അല്ലേ അവൻ്റേത്, അവനും അവൻ്റെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്ത് അവളെ രക്ഷിച്ചതല്ലേ. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, ഒരു ബിസിനസ് അവന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇവിടെ താമസിച്ചിട്ട് അത് നോക്കി നടത്തട്ടെ. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല അച്ഛാ, സുധീഷ് ഒരിക്കലും വീട്ടുകാരെ വിട്ട് വരില്ല, ഒന്നും ശരിയാവില്ല എന്ന് അവൾ പറയുന്നുണ്ട് കേട്ടോ അവനെ രക്ഷിക്കാൻ.
അത് കേട്ടപ്പോൾ അവൻ മനസ്സിലിങ്ങനെ പറയാണ്, പൊട്ടിക്കാളി, നിനക്ക് അറിയാത്തോണ്ടാ എനിക്ക് ബിസിനസ് ചെയ്ത് തരാൻ പോകുന്നില്ല, അത് എനിക്കുള്ളൊരു കുരുക്ക എന്നവൻ മനസ്സിൽ പറയാണ്. പക്ഷെ നിധി വിചാരിച്ചത് എന്താ, അച്ഛൻ സ്നേഹത്തോട് കൂടി തങ്ങളെ രക്ഷിക്കാനായിട്ട് പറഞ്ഞാണെന്നാണ് അവൾ വിചാരിച്ചത്. അപ്പോൾ രാജീവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് നോക്കിയാലോ, അവിടെയാണെങ്കിൽ സുധീഷിന് ചെയ്യാലോ. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല, എനിക്ക് ബിസിനസ് ഒന്നും അറിയില്ല. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പറഞ്ഞിട്ടാണോ, അതങ്ങനെ തന്നെയാണ് ശരിയാവുന്നത്, ആദ്യം തെറ്റും പിന്നെ ശരിയാവും പിന്നെയും തെറ്റും അങ്ങനെ. അപ്പോൾ സുധീഷ് പറഞ്ഞു, അതൊന്നും ശരിയാവില്ല, എന്തായാലും ഇപ്പം അങ്ങനെയൊക്കെ തട്ടിമുട്ടിയും പോകട്ടെ അല്ലേ നിധി. അപ്പോൾ നിധിയും ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, സുധീഷ് വലിയ അഭിമാനിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ അല്ലേ, എന്തായാലും നിനക്ക് എന്നാണോ ബിസിനസ് തുടങ്ങണം എന്നൊരു ആഗ്രഹം വരികയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, കൂടെ ഞാനുണ്ടാവും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഒലിപ്പിച്ച് പറയാണ് കേട്ടോ. അപ്പോൾ സുധീഷ് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, പരട്ട മുതലാളി തൻ്റെ സ്വന്തം മകളെ കയ്യിലാക്കാനുള്ള അടവ്, അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ അച്ഛൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ എന്ന് മകൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അത് സുധീഷിനോടാണ് ഈ കരു ഇറക്കുന്നത്, അതിന് ഞാൻ തിരിച്ചു കൊടുത്തോളാം എന്നൊക്കെ അവങ്ങനെ മനസ്സിൽ പറയാണ്. അങ്ങനെ അവർ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് സുധീഷ് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അവൻ നിധിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ മുകളിലേക്ക് കയറുന്നില്ല. അപ്പോൾ അവൻ ഓരോന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട്. എന്നിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, എന്തൊരു കഷ്ടകാലത്തിനാണോ ഞാൻ ഇങ്ങോട്ട് വന്നത്, അന്ന് എനിക്ക് വെല്ലുവിളിക്കാൻ തോന്നിയൊരു നിമിഷം വേണ്ടില്ലായിരുന്നു എന്നൊക്കെ അവൻ ആലോചിക്കുക. അപ്പോഴാണ് അവളുടെ ഫോട്ടോ കാണുന്നത് കേട്ടോ. അങ്ങനെ അവൻ ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്ത് മനോഹരമായ ചിരി, ഈ നരകത്തിലെ എൻ്റെ ഏക ആശ്വാസം നിന്റെ ചിരിയാണ് നിധി എന്നൊക്കെ അവൻ ഇങ്ങനെ പറയാണ്. എന്നിട്ട് അവൻ അവളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിധി ആണെങ്കിൽ റൂമിലേക്ക് വരുന്ന സമയത്താണ് ഹാളിൽ അച്ഛനും അമ്മയും ഏട്ടനും ഇരുന്ന് സംസാരിക്കുന്ന കാണുന്നത്. അങ്ങനെ അവൾ അവിടേക്ക് പോയി ഇരുന്നിട്ട് പറയുന്നുണ്ട്, എന്താ വലിയൊരു സംസാരം, അപ്പോൾ അവരെ ഒന്നുമില്ല മുളന്ന് ഇവിടെ ഇരിക്കുന്നു പറയാൻ കേട്ടോ. അങ്ങനെ രാജീവ് ഓരോന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം അവളുടെ അമ്മ പറയുന്നുണ്ട്, അല്ല നിധി, നീ അവിടെ എങ്ങനെ താമസിക്കുന്നത്, അച്ഛൻ പറഞ്ഞല്ലോ, അച്ഛനൊരു ദിവസം അവിടെ താമസിച്ചപ്പോൾ അവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ. അത് കേട്ടപ്പോൾ അവളുടെ ഫേസ് പെട്ടെന്ന് മാറുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്കിവിടെ സന്തോഷമാണ് അമ്മേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്, ഇവിടുത്തെ അത്ര സൗകര്യങ്ങളില്ലാന്നുള്ളൂ, പക്ഷെ നല്ല സ്നേഹമാണ് എല്ലാ കാര്യത്തിനും, എന്നൊരു കാര്യത്തിനും ബുദ്ധിമുട്ടിക്കാറില്ല, എൻ്റെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അവർക്കറിയാം. അവളിങ്ങനെ അവരെ പൊക്കി പറയുന്നത് ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, അപ്പോൾ ഞാനാണ് മോളെ നിന്നെ മനസ്സിലാക്കാതെ പോയത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അയ്യോ അച്ഛാ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെയൊന്നും വിചാരിക്കില്ല അച്ഛാ, ശരിയാണ് മോളെ, എനിക്കാണ് തെറ്റ് പറ്റിയത്, ഞാനാണ് നിന്നെ മനസ്സിലാക്കാതെ പോയത്, അതുകൊണ്ടല്ലേ ആ സൂര്യനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ തുനിഞ്ഞിറങ്ങിയത്, ആ ഒരൊറ്റ കാരണം കൊണ്ടല്ലേ നീ ഞങ്ങളെ വിട്ടൊക്കെ പോയത്, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എന്നോട് ക്ഷമിക്കും മോളെ എന്നൊക്കെ പറയാണ് കേട്ടോ. അത് അയാളുടെ അഭിനയമാണ്. പക്ഷെ നിധിക്കത് അറിയില്ലല്ലോ. അവൾ വിചാരിക്കുന്നത് തൻ്റെ അച്ഛൻ എല്ലാം ക്ഷമിച്ചു, എല്ലാം മറന്നു, തന്നോട് നല്ല സ്നേഹത്തോടെ പെരുമാറുന്നു, തൻ്റെ അച്ഛൻ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നൊക്കെയാണ് അവൾ ചിന്തിക്കുന്നത്. അവൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. പക്ഷെ അതൊക്കെ അവരുടെ കരുക്കളാണെന്ന് അവൾ അറിയാതെ പോയി. ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചു മോളെ, എന്നോട് നീ ക്ഷമിക്കണം, നിന്റെ സർട്ടിഫിക്കറ്റ് വരെ ഞാൻ കയറിയിട്ടു, അത് നിനക്ക് തിരികെ കിട്ടാൻ സുധീഷിൻ്റെ വേണ്ടി വന്നല്ലോ, ഈ അച്ഛനോട് ക്ഷമിക്കുക, അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ്, നിനക്ക് സുധീഷിനാണ് ഇഷ്ടം എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ കല്യാണം കഴിപ്പിച്ച് തന്നേനെ, പക്ഷെ ഞാൻ അഭിമാനം, എൻ്റെ അന്തസ്സ് എല്ലാം നോക്കി. അപ്പോഴൊക്കെ നീതി താത്തി നിൽക്കുകയാണ് കേട്ടോ. കാരണം സത്യമൊന്നും അതല്ലല്ലോ, അതിപ്പോൾ അവൾക്ക് പറയാനും പറ്റാത്തൊരവസ്ഥയായി. ആ സമയത്ത് അവൾ ഓർക്കുന്നുണ്ട് സാന്ദ്ര പറഞ്ഞ കാര്യം, നീ എല്ലാ സത്യങ്ങളും അച്ഛനോട് പറ, അച്ഛൻ ഇപ്പോൾ നല്ല സ്നേഹത്തോടെ അല്ലേ പെരുമാറുന്നത്, അപ്പോൾ നീ പറ, അങ്ങനെയാണെങ്കിൽ അവർ നിന്നെ മനസ്സിലാക്കുന്നില്ല, നീ പിന്നെ വെറുതെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ, തെറ്റിദ്ധാരണകളെല്ലാം പോകും. അതവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞാലോ, ഇപ്പോൾ തന്നെ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്, അവർ ചെയ്ത തെറ്റുപോലെ അവർ മനസ്സിലാക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ താൻ രക്ഷപ്പെടില്ലേ എന്നവളിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അതോടുകൂടി എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നോക്കാം അടുത്ത എപ്പിസോഡിൽ അവൾ സത്യം പറയോ ഇല്ലയോ എന്നൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുധീഷിൻ്റെ അവസ്ഥ എന്താവും എല്ലാം നമുക്ക് കണ്ടറിയാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക്